എന്താ മോളെ? ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ. നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്കുക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോളി എന്നെല്ലാം എടുത്തു വെക്കേ. ചെല്. ഇന്ദുവിന് സംശയമൊന്നുമില്ല? ഒരു സംശയമില്ല. നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. നന്ദേട്ടന് തലവേദന അത്രേ. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി. എന്താ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ? അതൊന്നും സാരമില്ല. മോളാ കാച്ചി വെച്ച് പപ്പടം ഇങ്ങെടുത്തേ. ഡോക്ടർ, ഞാൻ 35 വയസ്സുള്ള ഒരു വിവാഹിതനാണ്. ഇപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛന്. 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കുറെ ബ്ലഡ് വേണ്ടി വന്നു. എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായ ബ്ലഡ് തന്നത്. ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു. കുഞ്ഞിന് 4 മാസം പ്രായമായി. അതും ഇതും തമ്മിലുള്ള ബന്ധമുണ്ട് സാർ. കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ചായാണ്. അവന്റെ നെറ്റിയിലെ മറുകു പോലും കൃത്യമായിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? കൃത്യമായ ഒരു മറുപടി തരണം. ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങിക്കിടക്കുന്നത്. അതുകൂട്ടി, ആ കുടുംബ ബന്ധം തകർക്കണ്ട. അങ്ങനെ സംഭവിക്കും എന്ന് താൻ മറുപടി എഴുതിക്കോ. വേണമെങ്കിൽ ഓ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ മറിച്ചും തിരിച്ചു എഴുതിക്കോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ. ഓക്കെ, ഇനി ഞാനേറ്റ്. സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തേനെ. ഇതിൽ ബ്ലഡിന്റെ കാര്യം വന്നുകൊണ്ടാണ് അഡ്വൈസിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ മനസുഖം പത്രാധിപർ മതംകുട്ടി, സർ, ഗോൺസാൽവസ് ആയി കള്ളപ്പേരിൽ മനഃശാസ്ത്ര പങ്ക്തി എഴുതുന്ന സൂക്ഷിച്ചു വേണം. തടി കേടാവും. മേനോൻ സാർ എന്റെ ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ തടി കേടാവില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഈ ലക്കം മനസ്സുള്ള വേണ്ടെങ്കിൽ വേണ്ട. ഇതേപോലെ തന്നെയായിരുന്നു കാലടി ശങ്കര കോളേജ് പഠിക്കുമ്പോഴേ ആർട്സ് ക്ലബിന്റെ ഫെസ്റ്റിവലിന് കലാഭവന്റെ പരിപാടി വെച്ചു. നമ്മൾ അതിന് മുകളിൽ വേറെ പരിപാടി. നന്ദു സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓർക്കസ്ട്രാക്കാരൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡിയാണ് സാർ. എന്നാ പിന്നെ ഗാനമേള നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ ആർട്സ് ക്ലബ് ഇനാഗുറേഷനുള്ള ആളെ കിട്ടിയോ? ഒരാളെ ഞങ്ങൾ ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ആരാ? ഡോക്ടർ ജോർജ് ചെറിയാൻ, ആ സൈക്കാട്രിസ്റ്റ്. എടോ, ആർട്സ് ക്ലബ് മനഃശാസ്ത്രം തമ്മിൽ എന്താ ബന്ധം? അതുമായിട്ട് ബന്ധമുള്ള വല്ല സിനിമാക്കാരെ മറ്റേ വിളിച്ചൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരാന്ന് ആരെങ്കിലും സമ്മതിക്കണ്ടേ? കോളേജ് എന്ന് പറയുമ്പോ ഏതാണ്ട് പ്ലേഗ് എന്ന് കേൾക്കും പോലെയാ. പോരാത്തന്നെ ആ ഫ്രെഡിയും കൂട്ടരും ചില പാറകളും വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫംഗ്ഷൻ കൊളാവോടൂ. അതൊന്നുമില്ല, അതിനുള്ള പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല, ഗംഗ എവിടെ? ക്ലാസ്സിലാ. അതുകൊള്ള സോങ് പ്രാക്ടീസ് ഇവിടെ എത്ര ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ആരെങ്കിലും ചെന്നേ? ഞങ്ങളിന്ന് പോണോ? ഇന്ന ടീച്ചറുടെ ക്ലാസ്സാ. എന്താ പേടിയാ? പേടിയായിട്ടില്ല, എന്തെങ്കിലും ചളകളാന്ന്. സാർ, ഞാൻ പോയി വിളിച്ചോണ്ടരാം. ആ ചെല്. The middle ear is an airfilled chamber laying in the temporal bone on the inner wall. എക്സ്ക്യൂസ് മീ. Yes? സോങ് പ്രാക്ടീസ് ചെയ്യാൻ ഗംഗയെ വിളിക്കുന്നുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. നന്ദു സാർ പറഞ്ഞിട്ടാ. ഗംഗ പോന്നോ? എന്നാ ചെല്ല്. ഞങ്ങൾക്കും ബ്രേക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാ? സോറി, ഇപ്പോഴാ ഓർത്തത്. നോ, ഇനി ഇപ്പൊ പോവാൻ പറ്റില്ല. ഓ, നന്ദു സാർ വിളിക്കുന്നവരെ മാത്രമേ വിടുള്ളൂ അല്ലേ? എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ. നന്ദേട്ടന് സില്ലി ആയിരിക്കും, പക്ഷെ ഞാൻ എത്ര ഇൻസൾട്ടഡ് ആയെന്നറിയോ? നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് ലെക്ചർ യമഞ്ഞ് നടന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്? എന്നാ പിന്നെ ഞാനും കൂടെ അവരോടൊപ്പം ഡാൻസ് ആടാണ്ടാ? ബെസ്റ്റ് ഐഡിയ. നന്ദേട്ട, ഓ, നീ ഇങ്ങനെ കുത്തി പിടിച്ച് പഠിപ്പിച്ചാൽ തന്നെ പിള്ളേര് ചൊവ്വാവില്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ടേ? എന്തു? എനിക്കറിയാം, ഞാൻ ആകാശത്ത് ടീച്ചറായിട്ട് പൊട്ടി വീണൊന്നുമല്ല, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വന്നേ. നീ പുസ്തകപ്പുഴുവായിട്ട് വളർന്നു കരുതി? പുസ്തകപ്പുഴായിട്ടൊന്നുമല്ല, ഞാനും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, റിലാക്സ്. എന്താ ഇനി മൂടോട്ട് മാറിക്കേ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായ രാത്രി കളയണോ? തനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത് പാട്ട് വെക്കണ്ടേ? വേണ്ട. ഓ, അങ്ങനെ പറയില്ല എന്തുട്ടി. തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേളയുടെ ഫുൾ ഇൻചാർജ് ഏറ്റെടുത്തത്. സുഖിപ്പിക്കല്ലേ? ഓ,
സത്യമായിട്ടും അതെ. ട്യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം, ചിരി, വെപ്രാളം. മതി മതി. ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയിൽ തന്നെ എന്തുട്ടി വേണം. ഉണ്ടാവില്ലേ മോളെ? കൊഞ്ചല്ലേ? ആദ്യം ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ ടേബിൾ പിടിച്ച് സംഗതി ആകോളമായി. എന്താ? ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഡോക്ടർ ജോർജ് അറിയാനില്ലേ? ആ. അദ്ദേഹത്തിന് വരാൻ പറ്റില്ലെന്ന്. വേറെ എന്തോ കോൺഫറൻസ് ഉണ്ടെന്ന്. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സാറ് വിചാരിച്ചാൽ നടക്കും. വേറെ ഏതെങ്കിലും ഡോക്ടർ പകരത്തിന്. സോറി, ഇക്കാര്യം മാത്രം എന്നോട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ. ഈ ഒരു അവസരത്തില് സാറ് കൂടി ഒഴിയരുത്. പ്രസ്റ്റീജ് പ്രശ്നം. ഏയ് നന്ദു എന്തായി പറയണേ? കോളേജ് ഇനോഗ്രേഷൻ ഞാൻ വരാനോ? എന്റെ മുഖത്തിലെ ഷേപ്പ് മാറ്റുന്ന നിനക്ക് എന്താത്ര നിർബന്ധം? അയ്യോ, അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. ആ സൈക്കാട്രിസ്റ്റ് സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ. അത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടാ. ഛേ, തമാശ പറയാനുള്ള സമയം അല്ല അങ്കിളേത്. യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട്. അവർക്ക് ആകെ ടെൻഷനില്ല. അങ്കിൾ കൂടി കൈ ഒഴിഞ്ഞാൽ അവരുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പ് മാറും. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം. വെറുതെ കിടന്ന് കൂവാ. ഇതാ സൈക്കാട്രിസ്റ്റ്. ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി. ഗോൺസാൽവോ സാറിന്റെ ബോഡി കഴിഞ്ഞിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ. മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. സർവമംഗളാനുഭവന്തു. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? ഇതാ അവിടെയാണ് സ്റ്റാഫ് റൂം. ആപത്തിക്കും കരണി. സോറി. സാറിനകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, താങ്ക് യു. കറിയാച്ചെത്തുന്നില്ലേ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേരത്തെ പറഞ്ഞാലും ബാർ മേരത്തെ മറക്കാൻ പറ്റുമോ? അപ്പൊ ബാർമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? ആ പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. ആ എന്നാ കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. ആ പിന്നല്ലാതെ. നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. വല്ല വൈദ്യന്മാരെ കണ്ടാ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. അതെന്തിന്? കരകുരുതിന്റെ സാധനം ഉണ്ടാക്കാൻ. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂവലിന് ശക്തി പോരാ. കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം, കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞോടാൻ പോണില്ല. നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. ജീവിതത്തിലാകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർ.
നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും, എങ്കിലേ ജീവിക്കാൻ ഒരു രസമുണ്ടാകും. The distributed attributed contribution of attorney and visa abroad is useless എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. ഇതിന്റെ പേര് തമാശയെന്നല്ല, തല്ലുകൊള്ളി തരാമെന്ന. പൊട്ടി എക്യുപ്മെന്റ്സിന്റെ പണം ഞങ്ങൾ തന്നോളാം. എക്യുപ്മെന്റ്സിന്റെ പ്രശ്നമല്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരം പറയും? നിങ്ങളെ കുറിച്ച് ഇതിനു മുമ്പും ഇന്നലെ ടീച്ചറിന്റെ കംപ്ലൈൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാക്കിയാൽ ഫലം വളരെ മോശമായിരിക്കും. യു മേ ഗോ നൗ. വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്ക് അവിടെ ഒരു ജാട. പ്രൊഫസർക്ക് കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടത്രേ. ലെക്ചർ എന്ന് പറഞ്ഞാൽ വലിയ പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള വിചാരം. നമ്മളോടുള്ള കളി അത്ര നല്ലതിനല്ലെന്ന് ഒരു സൂചന കൊടുക്കാതെ പറ്റില്ല. സൂചന എന്ന് പറഞ്ഞാൽ ചങ്കി കയറുന്ന മാതിരി ഒരു കുത്തുകുത്തണം. അങ്ങനെ കുത്തണമെങ്കിൽ അവരുടെ പേഴ്സണൽ വീക്ക്നെസ് കുത്തണം. ഐ മീൻ കുടുംബ സ്വകാര്യം. അവരുടെ വീട്ടിലെ സെർവൻ കല്യാണി എന്റെ വീട്ടിനടുത്തുള്ള അവരാളെങ്ങനെ? പൈസ കണ്ട കമ്പിൾ നടിച്ചു വീഴുന്ന ടൈപ്പാ. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ. പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ദിരാ നന്ദഗോപാൽ എന്ന പൊതുശത്രുവിനെതിരെ നമ്മുടെ 6 അംഗ പട്ടാളം അംഗം കുറിക്കുന്നു. ഓക്കെ ഓക്കേ. ഇടിക്കണവനെ. ആ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി? പറയാം. ആ മാഷ എവിടെ? അല്ല, ഇതാരും ഉണ്ണിയാർച്ചയോ? എന്താണിത്? കാസറ്റ്. അതെനിക്കറിയാം. ഇതിനകത്തുള്ള സിനിമാ പടം എന്താണെന്നാ ചോദിച്ചത്? തച്ചോളി മരുമകൻ ചന്തു. അത് പുറത്തൊട്ടിച്ച പേര്. ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? വേണ്ട വേണ്ട, അറിയാഭാവം നടിക്കണ്ട. കെട്ടിയോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടാതീനങ്ങളുള്ള സിനിമ കൊണ്ടുകൊടുത്ത ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. വേണ്ടാതീനങ്ങൾ നല്ല ഫൈറ്റുള്ള പടാണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴല്ലേ സായിപ്പ് മദാമി കൂടി അയ്യോ എനിക്ക് പറയാനേ നാണിക്കട. അമ്മച്ചി നല്ലവണ്ണം ഇരിക്കുന്ന അയൽക്കാരുമായിട്ട് വെറുതെ. അപ്പൊ നീയോട് അത്തോണ്ടുള്ള പണിയാണല്ലേ? അങ്ങനെ വരട്ടെ. വായു മനസ്സറിയാത്ത കാര്യത്തിന് ചേട്ടത്തി വേണ്ടാത്ത അർത്ഥം കൊടുക്കരുത്. ഇതെന്തോ അബദ്ധം പറ്റിയതാ. അബദ്ധം? ഉവ്വ. ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നല്ല നേരത്തിന് ആ മലയാളം കാസ്കറ്റ് കാണാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് പൊരിയുന്ന എന്റെ മോന്റെ മാനം പോയേനല്ലോ കർത്താവേ. ഓടി അറവാണിച്ചി, നിങ്ങളതിന്റെ കോപ്പ്. ഒന്നും തോന്നരുത്, അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. കാസറ്റ് കടക്കാർക്ക് തെറ്റിയതായിരിക്കും. എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട. മാത്രമല്ല ട്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. സോറി. ട്രീസോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ തള്ള വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞെന്ന് വെച്ച്. വേണ്ട, പണ്ടേ ഞാൻ പറയാറുള്ളല്ലേ ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം ആരോടും വേണ്ടെന്ന്. ഇപ്പൊ മതിയായില്ലേ? അല്ല, ഗുഡ് മോർണിംഗ്.
ആരാ ഇത് വരച്ചത്? Tell me, ആരാ ഇത് വരച്ചത്? Stand up. നിങ്ങളോടാ പറഞ്ഞത് സ്റ്റാൻഡ് അപ്പ്. നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളാ വരച്ചത്. Get out. Get out from the class. അപ്പൊ കുത്ത് ചങ്കില് തന്നെ കൊണ്ടു അല്ലേ? ആള് വേർത്ത് കുളിച്ചു പോയി. ഇപ്പൊ മനസ്സിലായോ റെഡ്ഡിയുടെ സൈക്കോളജിക്കൽ കുത്തിന്റെ ഡെപ്ത്? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇക്കൊല്ലം അവരുടെ ക്ലാസ്സിൽ കയറ്റും തോന്നില്ല. അത് നമുക്ക് നോക്കാം. ആ ഗംഗാ തോമസ് ആണ് സംഗതി ആകെ പൊളിച്ചത്. ഗംഗയോ? അവളെന്ത് ചെയ്തു? ആരാ വരച്ചതെന്ന് ചോദിച്ചപ്പോ അവള് തിരിഞ്ഞ് ഞങ്ങളൊരു നോട്ടം. അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. കിട്ടിയ എന്നെ ഏൽപ്പിച്ചേക്കണം കേട്ടോ. എന്തിനാ? ഗംഗയല്ലേ ചെടയിൽ ഒളിപ്പിച്ചു വെക്കാനായിരിക്കും. വെരി ഗുഡ്. തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്താ? വാ പറയാം. ഹായ് ഗംഗ. ഹായ് ഗംഗ. നന്ദു സാർ ഒരുമിച്ച് എന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുന്നത് കണ്ടല്ലോ. ഫംഗ്ഷൻ എടുത്ത് സ്റ്റിൽസ്. അതെയോ? എന്നാ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന്. സോറി, ഇപ്പൊ പുറത്തെടുത്ത് എല്ലാരും കൂടെ കമന്റ്സ് തുടങ്ങും. നമുക്ക് സൗകര്യമായിട്ട് പിന്നെ കാണാം. അതെങ്ങനെയാ? ക്ലാസ് കഴിഞ്ഞാൽ അപ്പഴേ താൻ മുങ്ങില്ലേ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഷുവർ. ഓക്കെ. വാടി. ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഞാനിപ്പോ ലേറ്റ് ആയി. ഇന്ന് മൂവർ സംഘം അവരെയോ? ഇന്ന് തമാശ പറയാൻ നേരമില്ല. താങ്ക് യു. സ്റ്റുഡൻസ്, today you are going to learn the famous poem The Eve of St. Agnes, written by the famous romantic poet John Keats. The poem deals with the theme of love. കവികളും കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ള ആ ദിവ്യ അനുഭൂതി, പ്രേമം. That means love. ഒരുപാട് ഇഷ്ടമാണ്. Continue, sir. Yes, I am continuing. It's a love of two young couples. I mean, romantic of passionate love. എന്ത് പറ്റി സർ? ഒന്നുമില്ല. ഹെഡേക്ക്, തലവേദന, വല്ലാത്ത തലവേദന. We'll stop today. ആ കുട്ടി ഇങ്ങനെ എന്ത് പറ്റി നന്ദു സാറേ? നത്തിങ്. പിന്നെന്താ ഒറ്റയ്ക്കിരുന്ന് പെറുപിറുക്കുന്നത്? പിന്നെ ഞാനൊരു പാട്ടിന്റെ ലൈൻ ആലോചിക്കായിരുന്നു. എന്നിട്ട് ലൈൻ കിട്ടിയോ? കിട്ടി, പക്ഷെ ട്യൂണിന് പൊരുത്തപ്പെടാത്ത ലൈനാ. ഓഹോ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. തലവേദനയോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ, എന്താ? ഒന്നുമില്ല, ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോ ഒരു
അതെങ്ങനെയാ? ആവശ്യത്തിനുള്ള വാചകടി അല്ലല്ലോ. എന്നിട്ടിപ്പോ എങ്ങോട്ടാ സർക്കിട്ട്? ലൈബ്രറി വരെ. ഉള്ള തലവേദന പോരാഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോ ലൈബ്രറിയിലേക്കൊന്നും പോകണ്ട. അതൊന്നും സാരമില്ല. അല്ല, ലൈബ്രറിയിലേക്കൊന്നും ഇതിലേ. ഓ സോറി, തലവേദനയിലെല്ലാം മറന്നു. റെക്കോർഡ്സിൽ എത്ര വരയ്ക്കാനല്ലേ? ഞാനൊന്നും ചെയ്തില്ല. അയ്യോ. അയ്യോ, ഒരുപാട് ഇഷ്ടമാണ്. കറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാളയെ മേടിച്ചതുപോലെ ആയല്ലോ എന്റെ അവസ്ഥ. കർത്താവേ, ഗംഗ, പിന്നെ ഞാൻ കുട്ടിയുടെ ലെക്ചറർ അല്ലേ? അതെ. കുട്ടി എന്റെ സ്റ്റുഡന്റും. അപ്പൊ നമ്മൾ തമ്മിലുള്ളൊരു ഹലോ. ഹായ് ഗംഗ. ഹലോ. ബൈ.